ഈ 3 കോടി സർക്കാരിൽ നിന്ന് അനുവദിച്ചു, അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഭാഗത്ത് അനുവദിച്ചു, അതില്ല എന്ന് പറഞ്ഞിട്ടും. അതേസമയം 8.5 കോടി രൂപ ഈ സമ്മേളനത്തിന് ചിലവാക്കി, ഒരു ദിവസത്തെ പരിപാടിക്ക് ചിലവഴിച്ചു എന്ന് പറയുന്നതിൽ വലിയ അസ്വാഭാവികതയുണ്ടല്ലോ. ഈ പണമെല്ലാം അനുവദിച്ചതാണോ അതോ ഇത് ആദ്യമുള്ളൊരു എസ്റ്റിമേറ്റ് മാത്രമാണോ? രതീഷ്, ഇത് എസ്റ്റിമേറ്റ് എമൗണ്ട് ആണ്. കാരണം MOU പ്രകാരമുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എസ്റ്റിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ധാരണാപത്രത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതിന് ധാരണാപത്രത്തിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷനുമായി ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചെലവ് ഇത്രയാണ് എന്ന ധാരണ ഉണ്ടാക്കി. ധാരണാപത്രം വരുന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ പമ്പയിൽ ഒരു പരിപാടി നടത്തുന്നു. ദേവസ്വം ബോർഡിന് വിപുലമായ സംവിധാനങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. 3 വേദികൾ കെട്ടണമെങ്കിൽ അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണ് മറ്റൊരു കമ്പനി ഇതിലേക്ക് വരുന്നത്? ശബരിമലയുമായി അവർക്ക് എന്താണ് ബന്ധം? എങ്ങനെയാണ് ഇത്രയും വലിയ 8.5 കോടി രൂപയുടെ പരിപാടിയായി അത് മാറുന്നത്? 3 വേദികൾ, അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട വേദിയാണ്, വലിയ ആഗോള ടെക്നോളജി ഉണ്ടെന്നൊക്കെ പറയുന്ന ഒന്നാമത്തെ വേദിയാണ്. പക്ഷെ ശബരിമലയിൽ സാധാരണ ചെരുപ്പിടാതെ കയറിപ്പോകുന്ന, വ്രതം പിടിച്ച് കയറിപ്പോകുന്ന സാധാരണ മനുഷ്യർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള വലിയ വേദിയൊക്കെ കെട്ടി ഈ പരിപാടി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പോട്ടെ, ഒരു 2000-ഓ 3000-ഓ 4000-ഓ ദേവസ്വം ബോർഡ് പറയുന്ന കണക്കിനനുസരിച്ചാണെങ്കിൽ പോലും അപ്പോൾ ഒരാൾക്ക് എത്ര രൂപ ചിലവ് എന്ന വലിയൊരു ചോദ്യമില്ലേ? കല്ലും മുള്ളും കാലിക്കും എന്ന ശരണം വിളിച്ച് കഠിനമായ മല കയറി ശബരിമല അയ്യപ്പനെ തൊഴാൻ പോകുന്ന ഭക്തർക്ക് വേണ്ടിയാണ് പമ്പയിൽ വലിയ AC ജർമ്മൻ പന്തലൊരുക്കിയത്. അപ്പോൾ പന്തലൊരുക്കി അവർ ഈ വിദേശത്തുള്ള പ്രതിനിധികളെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അവർക്കുള്ള താമസം, അവിടെ എല്ലാവർക്കും താമസമില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് താമസം, സൗകര്യം, ഭക്ഷണം അടക്കമുള്ള. ഈ താമസം എന്നൊക്കെ പറയുമ്പോഴും പമ്പയിൽ ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പമ്പയിൽ നേരത്തെയുള്ള ചില നിർമ്മാണങ്ങൾ, അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതല്ലാതെ പുറത്തെന്ന് പറയുമ്പോൾ എത്ര ദൂരെയാണ്? പത്തനംതിട്ടയിലും മറ്റുമൊക്കെ വന്ന് താമസിക്കണ്ടേ? അവിടെയല്ലേ ഈ പഞ്ചനക്ഷത്രക്കോട്ടിൽ, അതും വളരെ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സംഗമത്തിനെത്തിയ ആളുകളുടെ താമസമടക്കം അത് സൗജന്യമായി സർക്കാർ സംവിധാനത്തിൽ നൽകാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എങ്ങനെ ഇത്ര പണം? അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രമല്ല, താമസ സൗകര്യത്തിനൊക്കെ പത്തനംതിട്ടയിലെയും കോട്ടയത്തേക്കുള്ള ഹോട്ടലുകളൊക്കെയാണ് അന്ന് ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനൊരു കണക്ക് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തി, ഈ സംഗമം നടത്തിപ്പിന് വേണ്ടി ഇവന്റ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. അവർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, MOU ഉണ്ടാക്കുന്നു, അവരുമായി ധാരണാപത്രത്തിലേക്ക് എത്തുന്നു, അത് നടപ്പാക്കുന്നു. ഇത് നടപ്പാക്കി ഇനി ഇതിൻ്റെ എല്ലാം കണക്ക് കോടതി അടക്കം ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ അവർ കണ്ടെത്തിയ 8,22,00,000 രൂപ എന്ന തുകയുടെ പകുതി അവർ ആവശ്യപ്പെട്ടു. അതിൻ്റെ 3 കോടിയാണ് ഇത്തരത്തിൽ ദേവസ്വം സർപ്ലസ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. അപ്പോൾ അനുവദിക്കാനുള്ള ഉത്തരവിട്ടത്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും ഇതിപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞ വാക്കെന്താണ്? ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ ഒന്നും തന്നെ പണം ഇതിൽ ഉപയോഗിക്കുന്നില്ല, സ്പോൺസർമാരുടെ പണമാണ് ഉപയോഗിക്കുന്നത്. ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും നമ്മൾ തിരക്കിയിരുന്നു, ദേവസ്വം മെമ്പറോടും തിരക്കിയിരുന്നു. അപ്പോൾ സ്പോൺസർമാരുടെ പണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ദേവസ്വം കമ്മീഷണർ അതിനകത്ത് ഇത്തരത്തിലൊരു സ്പോൺസർമാരുമായി നേരിട്ടേണ്ടേ ഇത്തരത്തിലൊരു ഇടപാട് നടത്തേണ്ടത്? ഇത് ദേവസ്വം ഫണ്ടിൽ നിന്നാണ് എടുത്ത് പണം ചെലവഴിക്കുന്നത്. അപ്പോൾ കോടതിയിൽ പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്, വളരെ അതീവ ഗൗരവതരമായ വിഷയമാണ്. പിന്നെ ഇത്രയും ചെലവെല്ലാം തന്നെ എന്തിനൊക്കെയാണ് വേണ്ടി വന്നത് എന്നടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരാനിരിക്കുകയാണ്. അതെല്ലാം തന്നെ പറയാൻ ബോർഡ് ബാധ്യസ്ഥരുമാണ്. അത് കോടതി അടക്കം ബോധ്യപ്പെടുത്തേണ്ടി വരും. പ്രശാന്ത്, ഇപ്പോൾ പമ്പയിലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ തലേദിവസമേ എത്തി നമ്മൾ അനന്തകൃഷ്ണൻ, പ്രശാന്ത് കൃഷ്ണ, കണ്ണൻ നായർ ഈ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചതാണ്. അവിടെ കണ്ട ആ വേദി, പിന്നീടുള്ള മറ്റ് 2 വേദികൾ, അവിടെ എത്തിയ ആളുകൾ, അവരുടെ പങ്കാളിത്തം, അവർക്കൊരുക്കിയ ഭക്ഷണം, ഇത്ര വലിയ ചിലവ് വരുമോ? ഇങ്ങനെ കോടതിയെ അറിയിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പണം നൽകില്ല എന്നറിയിച്ചിട്ട് ഇങ്ങനെ 3 കോടി അനുവദിക്കുന്നു, അതിന് പുറമെ 8.22 കോടി രൂപ ചിലവാകുന്നു, അങ്ങനെ തോന്നിയോ? ഇത്രയും ചെലവ്, 8,22,00,000 രൂപ എങ്ങനെയാണ് ഇതിനൊക്കെ ചെലവ് വരുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ബോധ്യം വരുന്നില്ല. കാരണം രതീഷ്, ഒന്ന്, പമ്പ മണപ്പുറത്ത് ഒരു വലിയ പന്തലിടുന്നു. ആ പന്തലിന് എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപ വരുമെന്നുള്ള കാര്യത്തിൽ അതിൻ്റെ വിദഗ്ധർ പറയേണ്ടതാണ്. എങ്കിലും പിന്നെ ഈ പറയുന്നത് പോലെ 4,500-ലധികം 500ഓളം വരുന്ന പ്രതിനിധികൾ, അതിൽ 4,000-ലധികം പേർ പങ്കെടുത്തു എന്നാണ് ദേവസ്വം മന്ത്രിയുടെയൊക്കെ അവകാശവാദം. അവർക്കെല്ലാവർക്കും താമസ സൗകര്യം കൊടുത്തിട്ടില്ല, യാത്രാ സൗകര്യം കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ യാത്രാ സൗകര്യമാണെങ്കിൽ തന്നെ നിലയ്ക്കൽ നിന്ന് KSRTC ബസ് സൗകര്യമായിരുന്നു. 2 നേരം ഭക്ഷണം, രാവിലെ ഉച്ചയ്ക്കും ഉള്ള ഭക്ഷണം, അത്തരം സംവിധാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഇതിൻ്റെ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ചിലവെല്ലാം കൂടി ഇതിൽ വരുന്നു. ഇത്തരത്തിലുള്ള ചിലവുകളെല്ലാം ചേർത്തിട്ടാണ് ഇവർ 8,22,00,000 രൂപ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു തുക ഇതിൽ എവിടെയാണ് വിനിയോഗിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് ഒരു വിദഗ്ധർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. എന്തായാലും അവിടെ എന്നാലും സാധാരണ നിലയിൽ ഇപ്പോൾ മീഡിയ പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ ചാനലുകളും വലിയ കവറേജ് കൊടുത്തതാണ്. സാധാരണ നിലയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും അല്ല. സാധാരണ നമ്മുടെ നാട്ടിലെ ചെറിയ പരിപാടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പണം വാങ്ങിയല്ലോ മാധ്യമങ്ങൾ. ഇപ്പോൾ മാധ്യമ പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പരസ്യങ്ങൾ നൽകിയിട്ടുണ്ടാവും. പരസ്യത്തിൽ എത്ര രൂപ ചിലവായി എന്നൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും PRDയും ഒക്കെ വിശദീകരിക്കട്ടെ. എങ്ങനെയാണ് പക്ഷേ 8,22,00,000 രൂപ ഈ 3 വേദിയിലെ ഒരു ദിവസത്തെ പരിപാടിക്ക് ചിലവായത് എന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന, സാധാരണ മാലയിട്ട് മലയ്ക്ക് പോകുന്ന ഒരു മനുഷ്യനെ മനസ്സിലാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കോടതിയിൽ അറിയിച്ചത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഒരു പണത്തിന്റെ ചെലവും ഇല്ല എന്നാണ്. പക്ഷേ ദേവസ്വം കമ്മീഷൻ സർപ്ലസ് ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചു. അതിന്റെ തെളിവാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട. പ്രശാന്ത് കൃഷ്ണയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടതിയെ പറ്റിച്ചു ദേവസ്വം ബോർഡ് എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും.